Anisha here. So welcome back to my YouTube channel. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല എന്താ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ പിടിച്ചുകൊണ്ടൊക്കെ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇങ്ങനെ ആയിട്ട്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേര് കമന്റ് ആയിട്ടും ഇൻബോക്സിലും അന്ന് Q&A ഇട്ട സമയത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്ന സ്ഥലം കാണിച്ചു തരുമോ എന്നൊക്കെ. അപ്പം റൂം ടൂർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ഒരു വീഡിയോയിൽ അത് രണ്ടും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഓക്കെ. അപ്പം എൻ്റെ ബാക്കിൽ കാണുന്ന ഇതാണ് എൻ്റെ ഡോർ എന്ന് പറയുന്നത്, എൻ്റെ റൂമിൻ്റെ ഡോർ എന്ന് പറയുന്നത്. സോ ഞാൻ കാണിച്ചു തരാം റൂം. സോ റൂമിൻ്റെ ഡോർ ഇത് പണ്ടത്തെ നമ്മളെ രണ്ട് ഡബിൾ ഡോർ ഉണ്ടാവില്ലേ അതുപോലെയാണ്. ആൻഡ് ഇതാണ് എൻ്റെ കവാടം. ദിസ് ഇസ് മൈ റൂം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ക്ലീൻ ചെയ്തിട്ടിരിക്കുകയെന്ന്. പക്ഷേ ഒട്ടുമല്ല, എനിക്ക് റൂം എപ്പോഴും ക്ലീനായി കിടക്കണം. ആൻഡ് സിസ്റ്റർ വരുമ്പം ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് അലങ്കോലം ആയി കിടക്കെങ്കിലും ഇപ്പം ഇങ്ങനെയാണ്. സോ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഓക്കെ. സോ ഫസ്റ്റ് തന്നെ നമ്മൾ റൂമിലേക്ക് വരുന്ന സമയത്ത് വാളിൻ്റെ അവിടെ കാണുന്ന ഒരു സംഭവമാണ് ഞാനും എൻ്റെ സിസ്റ്ററും കൂടി ചെയ്തൊരു സാധനമാണ്. നമ്മൾ ഈ വാൾ ഹാങ്ങിങ് ആണ് ഇത്. എൻ്റെ ചില വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ലൈറ്റിംഗ് ഒട്ടും ഇല്ലല്ലോ. ഓക്കെ എങ്കിലും ഓക്കെ. അപ്പോൾ എൻ്റെ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഞങ്ങളുടെ ഫാമിലിയിലെ കുറച്ച് എൻ്റെയും സിസ്റ്ററുടെയും അതുപോലെ എൻ്റെ ഉപ്പേൻ്റെ ഉമ്മാൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ ഞങ്ങളിത് പോളറോയിഡ് ആക്കിയിട്ട്, പോളറോയിഡ് ക്യാമിൽ എടുത്തൊന്നുമല്ല, പക്ഷെ പോളറോയിഡ് ഫോട്ടോസ് ആക്കി പ്രിൻ്റ് എടുത്ത് അത് ഹാങ് ചെയ്തതാണ്. ഓക്കെ. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം ഇത് എൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ഒക്കെയാണ് ഗൈസ്. ഇത് ഞാനാണ്. ഓക്കെ. സോ ഇതിൽ വേറെ ഫോട്ടോ ഇതാണ് എൻ്റെ ഉപ്പായും ഉമ്മയും പണ്ടത്തെ ഫോട്ടോ. ഓക്കെ. പിന്നെ എൻ്റെ സിസ്റ്ററുടെ ഫോട്ടോ അതായത് എൻ്റെ ഉപ്പായും ഉമ്മയും സിസ്റ്ററും കൂടിയുള്ള ഫോട്ടോ ആണ്. അപ്പോൾ അങ്ങനെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസ് ഞങ്ങൾ ഹാങ് ചെയ്തതാണ്. ഇവിടെ മൊത്തം ലീവ്സ് ആണ്. ഞാൻ പണ്ടെന്നല്ല, ഒരു ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് കുറച്ച് അലങ്കോല പണികളൊക്കെ നടത്തിയതാണ് ഈ കാണുന്നത് ഗൈസ്. സോ നെക്സ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇത് വരച്ചത് വേറെ ആരല്ല, ഞാൻ തന്നെയാണ്. അതെ, ഇത് എൻ്റെ ഡ്രോയിങ്സ് ആണ്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ടടാ, ഇതാണ് എൻ്റെ കുറച്ച് പെയിൻറ്റിങ്സ് ആണ്. ഇത് ഇങ്ങനെ വിട്ട് കാണുമ്പം കുറച്ച് മെനയുണ്ട്, കുറച്ച് ഭംഗിയുണ്ട്, പക്ഷെ അടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ഫൈൻ. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് വരച്ചത് പറയുന്നത് ഇതാണ്. ഇത് A4 പേപ്പർ ഞാൻ സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ട് പെയിൻറ്റ് ചെയ്ത് ഒട്ടിച്ചതാണ്. എൻ്റെ ഫസ്റ്റ് ചുമരിൽ ഞാൻ ഫസ്റ്റ് പെയിൻറ്റ് ചെയ്ത് ഒട്ടിച്ചത് ഇതാണ്. ഓക്കെ. അതിനുശേഷം ഒട്ടിച്ച ഐ തിങ്ക് ഇതാണെന്നാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മൊത്തം സ്കൈ, മൂൺ, സൺ അതൊക്കെ ആയിരിക്കും. മൂണായിരിക്കും മിക്കതിലുണ്ടായിരിക്കുക. ഇത് മൂണാണ്, ഇത് മൂണാണ്, ഇത് മൂണാണ്, ഇത് മൂണാണ്, ഇത് സണ്ണാണ്. ഇത് രണ്ടും സൺസെറ്റാണ്. ഇത് സൺസെറ്റാണ്. ഇത് മൂണാണ്, ഇത് മൂണാണ്, ഇത് സൺസെറ്റാണ്. അപ്പം അങ്ങനെ ഇത് മൂണാണ്, അപ്പം ഇത് മൂണാണ്. അപ്പം മിക്കതിലും മൂൺ ഒരു ഫാക്ടർ ആയിരിക്കും. മൂൺ, സൺ. ഓക്കെ. അപ്പം എൻ്റെ ഫേവറേറ്റ് കാര്യങ്ങളാണ് മൂൺ, സൺ, സൺസെറ്റ് ഒക്കെ. സോ ഇത്രയാണ് ഈ ഒരു സൈഡിൽ വരുന്നത്. സോ അടുത്ത ഇവിടെയാണ് വരുന്നത്, ഈ ഒരു ഡോറിൻ്റെ തൊട്ട് ബാക്കിൽ വരുന്നത്. ഇതും എൻ്റെ ഒരു കലാവിരുതാണ്. ഇത് വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും എനിക്കറിയാം. പക്ഷേ ഇത് ഞാനും എൻ്റെ സിസ്റ്ററുമാണ്. ഇതെൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും ഞാനുമാണ്. സോ ഞങ്ങളൊരു ചെറിയൊരു ഇത് റിങ്ങിലാക്കി ഇട്ടുന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഇതിവിടെ കുറച്ച് ബുക്സ് ഉണ്ട്. എൻ്റെ സിസ്റ്ററാണ്. സിസ്റ്റർ ചെറുപ്പത്തിലെ ഫോട്ടോ ആണിത്. ഓക്കെ. പിന്നെ ഇത് വേറെ ഇല്ല, ഞാനാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ 3 സെക്ഷൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പിടിച്ച് പറയുന്നത് കുറച്ചുകൂടി കൺവീനിയൻറ്റ്. ഓക്കെ. അപ്പം ഈ ബുക്സ് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ വായിച്ചിട്ടുള്ളതും അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ബുക്സുമാണ്. ഇത് എൻ്റെ ഫേവറേറ്റ്, ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള സാധനമാണ്. പിന്നെ ഇതിൽ വരുന്നത് 2 സൈക്കോളജിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതാണ് എൻ്റെ വാർഡ്രോബ്, എനിക്ക് എൻ്റെ അലമാര എന്ന് പറയാൻ പറ്റുന്നത്. ഇതിലെൻ്റെ ഡ്രസ്സ് ഒക്കെയാണ് വരുന്നത്, ഡ്രസ്സ്, പിന്നെ എൻ്റെ സ്കിൻ കെയറിൻ്റെ സാധനങ്ങൾ, അങ്ങനെയൊക്കെ അല്ലറ ചില്ലറ. ഓക്കെ. എൻ്റെ വാർഡ്രോബ് കാണിക്കാൻ മാത്രമൊന്നും ഇല്ല. ദിസ് ഇസ് മൈ വാർഡ്രോബ്. ഇത് ഈ അടുത്താണ് ഞാൻ ക്ലീൻ ചെയ്തെടുത്തത്. ഈ വീഡിയോയ്ക്ക് വേണ്ടി ക്ലീൻ ചെയ്തല്ല കേട്ടോ. ഞാൻ ഹോസ്റ്റൽ കഴിഞ്ഞ് വന്ന സമയത്ത് ആകെ മെസ്ഡായിരുന്നു. കാരണം ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് ഉണ്ടായിരുന്നു, എൻ്റെ ഡ്രസ്സ് ഇവിടെയുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം മെസ്ഡപ്പ് ആയതുകൊണ്ട് ഞാൻ ഫുൾ കംപ്ലീറ്റ്ലി ഒരു ആങ്കറിൽ തൂക്കി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. താഴെ ജീൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ. അപ്പോൾ അത്രയാണ് എൻ്റെ വാർഡ്രോബ്. ഓക്കെ. സോ ഇതാണ് എൻ്റെ ബോട്ടിൽ. ഞാൻ നേരത്തെ പറഞ്ഞത് എപ്പോഴും ഇവിടെ ഉണ്ടാവും. ഇത് 2ാമത് റീഫിൽ ചെയ്താട്ടോ. ഫസ്റ്റ് 1 ലിറ്ററിൻ്റെ കഴിഞ്ഞു. പിന്നെ ഇതെൻ്റെ ചാർജർ ഉണ്ട്. സോ ഇതാണ് ഞാൻ. ഹായ്. ഓക്കെ. അടുത്തത് എനിക്ക് കാണിക്കണം തോന്നിയൊരു സാധനമാണ് ഇതിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഈ ഒരു പെയിൻറ്റിങ്.
ഇതും എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. ഇങ്ങനെ രണ്ട് സൈഡിൽ അവിടെ പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ പെയിൻറ്റിങ്, പിന്നെ നടുവിൽ കട്ടിൽ, അങ്ങനെയാണ് മെയിൻ. കട്ടിലല്ലേ പറയാം, ബെഡ് കട്ടിൽ, ഓരോ നാട്ടിലും ഓരോ ഭാഷയായിരിക്കുമല്ലോ, ഇവിടെ കട്ടിൽ. ഓക്കെ, സോ ഈ പെയിൻറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. ഈ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ചെയ്തിട്ടുള്ള ഡിസ്കിൽ നമ്മുടെ CD, പണ്ട് നമ്മൾ VCL അല്ലേ പറയാം, VCL ഇട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ CD ഇല്ലേ, അതിൻ്റെ മേലെ ഞാൻ ആ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് മറ്റേ ന്യൂസ് പ്രിന്റ് കട്ട് ചെയ്തെടുത്തിട്ട് ഗ്ലൂ ചെയ്ത് അതിന് മേലെ പെയിൻറ് ചെയ്തതാണ്. അപ്പം അങ്ങനെയാണ് അത് നടുവിലുള്ള ആ ഒരു ഓട്ട ഉണ്ടായിരിക്കില്ലേ CD-യുടെ, അത് നമുക്ക് ഉണ്ടാവില്ല. ക്ലിയർ ആയിട്ടൊരു ഫ്രെയിം ആയിട്ട് തന്നെ ഒരു ക്യാൻവാസ് നമുക്ക് കിട്ടും. അങ്ങനെ പെയിൻറ് ചെയ്താണ് ഇതൊക്കെ. ഇതിലും നിങ്ങൾക്ക് കാണാം സൺസെറ്റ്, മൂൺ തന്നെയായിരിക്കും മിക്കതിലും ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ ഇവിടെയും കുറച്ച് ചെടികൾ കൊടുത്തിട്ടുണ്ട്, ഫെയറി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പം ലൈറ്റ് ഇട്ടാലുള്ള ലുക്ക് ഇതാണ്. ഈ ലൈറ്റ് ഓഫ് ചെയ്താൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക റൂം. അപ്പം പിന്നെ ഇവിടെ നമ്മൾ സാധാരണ നമുക്ക് ഡ്രസ്സും ഹാങ് ചെയ്തിടാനും എൻ്റെ 2 ബാഗാണ്, ടോട്ട് ബാഗ്സ് ആണ്. പിന്നെ ബെഡ് എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് ഈ ബെഡിൽ 2 ടോയ് ഇതുണ്ട്. ഇതെനിക്ക് 2 ഗിഫ്റ്റ് കിട്ടിയതാണ്, 2 ടോയ്സ് എനിക്ക് ടെഡി. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ലവ് എന്ന് പറയുന്ന ഒരു പില്ലോ ഉണ്ട്. ഇത്രയൊക്കെയാണ് എൻ്റെ റൂം എന്ന് പറയുന്ന സംഭവം. വീഡിയോ എടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് തന്നെ ഞാൻ വീഡിയോ എടുക്കാറ്. ഇങ്ങനെ ഫേസ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാറ്. ഇവിടെ ഈ സിസ്റ്ററിൻ്റെ ഈ ബോർഡ് എന്ന് പറഞ്ഞില്ല, ഇവിടെ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇവിടെ ട്രൈപോഡ് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാറ്. പിന്നെ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു സ്പോട്ടാണ്, ഞാൻ ബാക്കിൽ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചിട്ടുള്ള, ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്പോട്ട്. അത് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കാണിക്കാൻ പറ്റില്ല. അത് എൻ്റെ ഹോസ്റ്റലിലുള്ള, എൻ്റെ കോളേജിലുള്ള ഹോസ്റ്റലിൻ്റെ റൂമിലുള്ളൊരു ഏരിയ ആണത്. അതെന്താ വെച്ചാൽ ഞാൻ ഹോസ്റ്റലൊക്കെ വെക്കേറ്റ് ചെയ്തുകൊണ്ട് ഇനി ഞാൻ ഇവിടെ കൊടുക്കാൻ ആ പിക്ചർ. അപ്പം അത് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കാണിക്കാൻ പറ്റില്ല. സോ ഇത്രയാണ് എൻ്റെ റൂം ടൂർ. റൂമിലുള്ള കാര്യങ്ങളും ലൈറ്റ് ഓഫ് ചെയ്താലുള്ള ലുക്ക് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു അന്തരീക്ഷത്തിൽ, ഈ ഒരു ആംബിയൻ ലൈറ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാം ആണ്. അപ്പോൾ ഇത്രയാണ് ബേസിക്കലി എൻ്റെ റൂം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, ഷെയർ ചെയ്യാം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോ ഇപ്പോൾ ഞാൻ തന്നെ ഇടയ്ക്കിരുന്ന് കാണുന്ന സമയത്തൊക്കെ ഇപ്പോൾ ഒരു വ്യൂ ആണെങ്കിലും ഒരു വ്യൂ കൂടുകയാണെങ്കിൽ ആ സമയത്ത് എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം വേറെ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടാവുന്ന സമയത്തും എൻ്റെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എടുത്തു നോക്കിയെങ്കിലും ഉണ്ടല്ലോ. അപ്പം ഇൻഷാ അല്ലാ ഇതിലും എന്താ പറയുക, നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളെ എൻഗേജ് ചെയ്ത് എപ്പോഴും വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ഇനി എന്ത് വീഡിയോ നിങ്ങൾക്ക് വേണ്ടതുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.